മതമേലധ്യക്ഷന്മാരുടെ വാക്കുകളൊക്കെ കേട്ട് രാഷ്ട്രീയ പ്രവർത്തകരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ ഒരു സ്ഥലത്തു നിന്ന് വലിച്ചിറക്കുക, അതിന് പകരം വേറൊരാളെ അവരോധിപ്പിക്കുക, അതൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കാൻ പോയി കഴിഞ്ഞാൽ മതവും പോവും, അതിൻ്റെ മൂല്യങ്ങളും പോവും, രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളും പോവും, പോയിരിക്കുകയാണ്. ഇപ്പോൾ മൂല്യം ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാരണം, എനിക്കിഷ്ടപ്പെട്ട ഒരു നേതാവുണ്ടായിരുന്നു, കെ സുധാകരൻ. ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, അത് എനിക്ക് കോൺഗ്രസിനോടുള്ള താല്പര്യമൊന്നുമല്ല, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. പക്ഷേ ഈ ഇങ്ങനൊരു പാർട്ടി ആരെങ്കിലും, അതായത് ഇവിടെ കേരളത്തിൽ ഒരു പാർട്ടി ഭരിക്കുമ്പോൾ എതിരെ എഴുന്നേറ്റ് നിന്നൊരു അഭിപ്രായമെങ്കിലും നല്ല രീതിയിൽ പറയാനും പ്രകടിപ്പിക്കാനും കഴിവുള്ള ആളുകൾ പ്രതിപക്ഷത്ത് വേണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ ഭരണ രംഗത്ത് ഒരുപാട് അഴിമതികളുണ്ടാവും. ഈ അഴിമതികളെയൊക്കെ ചൂണ്ടിക്കാണിക്കാനും അതിനെ നിലയ്ക്ക് നിർത്താനും മാറ്റി നിലയ്ക്ക് നിർത്താനും ഒക്കെ ആവശ്യമെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമാണ്. ഇവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ടോ? ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. പ്രതിപക്ഷം ശക്തമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. പലപ്പോഴും അതൊന്നുമില്ല. പിന്നെ ഞാനീ പറഞ്ഞില്ലേ, ഇതേപോലെ ശ്രീ സുധാകരൻ വളരെ നല്ല രീതിയിൽ KPCC പ്രസിഡൻ്റായിട്ട് വളരെ നെഞ്ചുറപ്പോടെ കൂടി നിന്നു. മാത്രവുമല്ല, അവിടെ യഥാർത്ഥത്തിൽ അടിച്ചു നിന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിന് പ്രത്യേകത നമുക്കറിയാമല്ലോ. കണ്ണൂരിൻ്റെ പറയേണ്ട കാര്യമൊന്നുമില്ല. കണ്ണൂർ തലശ്ശേരി മേഖലകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരു ഊഹമുണ്ട്. അവിടെ ശക്തരാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതായിരുന്നു. അവിടെ അതിനിടയിൽ നിന്ന് ഒരു നേതാവ് വന്നിട്ട് അവരുമായിട്ടെല്ലാം പിടിച്ചു നിന്നു എന്ന് പറയുന്നത് കെ സുധാകരൻ തന്നെയാണ്. അതിനൊരു സംശയമില്ല. അത് അദ്ദേഹത്തിൻ്റെ ഉള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്റ്റബേണാണ്. എന്തൊക്കെ എതിരെ ഇത് വന്നാലും അത് പിടിഞ്ഞു വയ്ക്കും. ആ രീതിയിലുള്ള ഒരാളാണ് ശ്രീ കെ സുധാകരൻ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നല്ലോ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ നടന്നത്. അതിൽ കോൺഗ്രസിന് എന്തെങ്കിലും പരാജയം ഉണ്ടായിട്ടുണ്ടോ? ഒന്നുമില്ല. ആകെ പരാജയപ്പെട്ടത് ശ്രീ മുരളീധരനാണ് തൃശ്ശൂർ. അത് ചില പ്രത്യേക കാലാവസ്ഥയിലാണ്, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവിടെ ഇതുപോലെ പിടിച്ചു നിന്ന ഒരു നേതാവ്, അവിടെ അദ്ദേഹം നല്ല വൻ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചില്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അതേപോലുള്ള ഏത് ഇലക്ഷനായാലും ശരി, അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇനി നിയമസഭാ ഇലക്ഷനാണ്. അതിനു മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ ഉള്ള ഇലക്ഷനൊക്കെ വരും. അപ്പോൾ ഈ സമയത്ത് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ശ്രീ സുധാകരനെ മാറ്റേണ്ട കാര്യം എന്തായിരുന്നു? എനിക്കൊരു കാര്യം തോന്നുന്നില്ല എന്താണെന്ന് ഉള്ളത്. അദ്ദേഹത്തിനെ ഒരുപാടിട്ട് തട്ടിക്കളിച്ചു. അങ്ങോട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു യഥാർത്ഥ ഒരു അണ്ടർസ്റ്റാൻഡിങ് പോലെ ആയിരിക്കാം മേ ബി അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവായിട്ട് അദ്ദേഹത്തിനെ പ്ലേസ് ചെയ്യുന്നു. വേറെ ഒരു ശ്രീ സണ്ണി ജോസഫിനെ അത് അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസ് KPCC പ്രസിഡൻ്റായിട്ട് അവരോധിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 4 വർക്കിംഗ് പ്രസിഡന്റുമാരും, അതെല്ലാവർക്കും ഓരോരുത്തർക്ക് വീതിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റായിട്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു, 4 പേർക്ക് വീതം വെച്ച് കൊടുത്തു. ഈ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളാണ് യഥാർത്ഥ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, പ്രഖ്യാപനം ഉണ്ടായത്. അപ്പം ഞാനിത് സണ്ണി ജോസഫിനെ ഇത് പ്രസിഡൻ്റാക്കിയതിലല്ല എനിക്ക് ഇതിനകത്ത് ഞാനിത് പറയുന്നത്. ഇവർക്ക് ഈ ഇലക്ഷൻ വരാൻ പോകുന്ന സമയത്ത് ഇതുപോലൊരു ചിന്താക്കുഴപ്പം ഈ പാർട്ടിയിൽ ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ശ്രീ കെ സുധാകരൻ്റെ തകരാറെന്താണ്? കെ സുധാകരൻ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ ഈ കെ സുധാകരനെ മാറ്റിയിട്ട് ഇതുപോലുള്ള ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കണം എന്നുള്ള പെട്ടെന്നുള്ളൊരു തോന്നൽ വരാനുള്ള കാര്യം എന്താണ്? അതെനിക്കറിയില്ല. എന്തായാലും സുധാകരനെ പോലുള്ള ഒരാളെ അവിടുന്ന് എടുത്ത് മാറ്റി ഇതുപോലൊരു പ്രതിഷ്ഠ നടത്തുന്നു. അത് പറയപ്പെടുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇടപെടൽ മൂലമാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ പറയുന്നേ ഉള്ളൂ, അത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ശരി, ഇത്ര പെട്ടെന്ന് ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം വേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.
അതുമാത്രമല്ല, അത് ഈ ഇലക്ഷൻ ഇങ്ങോട്ട് അടുത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിന്താക്കുഴപ്പം പാർട്ടികളിൽ, കാരണം എങ്ങനെയായാലും അതൊരു വേർതിരിവിലേക്ക് കലാശിക്കും. ഈ പാർട്ടി നന്നാവത്തില്ല, അതിന് സംശയമൊന്നുമില്ല കേട്ടോ. ഇത് നന്നാവാൻ പോകുന്നില്ല. കാരണം ഈ ഇലക്ഷൻ്റെ സമയമായപ്പോഴത്തേക്ക് ഇതേപോലുള്ള ഒരാഴ്ച പണി എന്തിനാ പണി നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നടത്തുന്നവർക്ക് അറിഞ്ഞൂടാ. കാരണം ഇവിടുത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്ന കേരളത്തിൽ അതായത് കോൺഗ്രസിൻ്റെ കഴിവുകൊണ്ടൊന്നുമല്ല വരാൻ പോകുന്നത്. നേരെ മറിച്ച് അതിൻ്റെ എതിർഭാഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ധൂർത്തും അഴിമതിയൊക്കെ തന്നെയാണ് കാരണം. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ നശിപ്പിക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു 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 തീരുമാനമാണ് ഇതിലൂടെ ഉണ്ടായതെന്നുള്ളത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞാണ്. ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ആദ്യമേ അത് പറയാം. ഇനി എനിക്ക് യാതൊരു താല്പര്യവും അതിലില്ലാതാനും. പക്ഷേ സുധാകരനെ പോലുള്ള ഒരു നേതാവ് അദ്ദേഹത്തിന് ഒരുമാതിരി ആക്ഷേപിച്ച് ഇറക്കി വിടുന്നതിനോട് കണ്ടപ്പോൾ ഉള്ള ഒരു ധാർമ്മിക രോഷം എനിക്കുണ്ട്. ഇനി അത് സണ്ണി ജോസഫ് നല്ല ആളാണ് അതുകൊണ്ട് ഇവിടെ വേണം എന്ന് പറയുന്നതിലും അർത്ഥമില്ല. സുധാകരൻ എന്തെങ്കിലും കുഴപ്പം കാണണ്ടേ? സുധാകരൻ എന്ത് ചെയ്തിട്ടാണ് സുധാകരനെ ഇറക്കി വിട്ടത് എന്ന് ഇവരല്ലേ വ്യക്തമാക്കേണ്ടത്. അങ്ങനെ അവർ വ്യക്തമാക്കാനുള്ള എന്തെങ്കിലും കാര്യം അവരുടെ കയ്യിലുണ്ടോ? ഞാനൊന്നും കാണുന്നില്ല ഇതിനകത്ത്. ഈ അണികളിൽ ഒരു ചിന്ത, അണികൾ എന്ന് പറയുന്നവരെണ്ണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നതല്ലാതെ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ഇനി ശ്രീ സണ്ണി ജോസഫ് വന്നു കഴിഞ്ഞാൽ ഈ സുധാകരനെ കഴിയും നല്ലതായിട്ട് എന്ത് പ്രവർത്തനം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റും എന്നൊന്നും നോക്കാം. ഇനി പരീക്ഷണമല്ലേ, ഈ പരീക്ഷണം എല്ലാവരും ഒന്ന് കണ്ടുകൊണ്ടിരിക്കട്ടെ, നല്ലതായിരിക്കും. ഇനി കോൺഗ്രസിന് പെട്ടെന്ന് ഒരു വലിയ പുനരുദ്ധാരണം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ ഉള്ളൂ. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിന് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നോക്കാം. അവിടെ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഒരു രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് KPC പ്രസിഡന്റ് ആവാൻ കൊള്ളാവുന്നത് ആൾക്ക് കണ്ടാൽ തിരിച്ചറിയുന്ന ഒരു മുഖമായിരിക്കണമെന്ന് പറഞ്ഞു. നല്ല പ്രസ്താവനയാണ് കേട്ടോ അത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ശരിയാണ്. ഇവിടെ കെ സുധാകരനെ കണ്ടാൽ ആളുകൾക്കറിയാം. ഇതുപോലെ തന്നെ VD സതീശനെ കണ്ടാൽ ആളുകൾക്കറിയാം. രമേശ് ചെന്നിത്തലയെ കണ്ടാൽ അറിയാം. കെ മുരളീധരനെ കണ്ടാൽ ആളുകൾക്കറിയാം. എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും മുഖം ഇതുപോലെ ആളുകൾ തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ, ആ പറഞ്ഞ വാചകത്തിൽ വളരെ വലിയ അർത്ഥങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ UDF കൺവീനർ ആ സ്ഥാനം അടൂർ പ്രകാശിന് കൊടുത്തു. അത് ഒരു നല്ല തീരുമാനമായിട്ടേ എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ശ്രീ MM ഹസൻ അദ്ദേഹം കുറച്ച് പ്രായമൊക്കെ ആയി, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടൊക്കെ അദ്ദേഹത്തിന് കണ്ടേക്കാം. അതിലെ ഒന്നും വല്ലാതെ തോന്നുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ഈ കാര്യങ്ങളിൽ എനിക്ക് KPCC പ്രസിഡൻ്റെ കാര്യത്തിൽ എനിക്ക് സുധാകരനെ മാറ്റിയതില്ല, അല്ലാതെ സണ്ണി ജോസഫിനെ കൊണ്ടുവച്ചതിലല്ല. ശ്രീ സുധാകരനെ അവിടുന്ന് ഇളക്കി മാറ്റിയത് ഒരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എപ്പോഴാണെന്നറിയാം, ഈ കാലാവസ്ഥയിൽ ഈ ഇലക്ഷനെ കഴിഞ്ഞിട്ട് പോരായിരുന്നു, ഇത് ചെയ്യാമായിരുന്നല്ലോ. എത്ര പേരെ വേണമെങ്കിലും നിയമിക്കാമല്ലോ. അത് കഴിഞ്ഞ ആണെങ്കിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ഏതായാലും ശരി, ഈ ഒരു വല്ലാത്ത ഒരു സമയത്ത് കൊണ്ടുവന്ന് ഇതുപോലൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം തിരിച്ചടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്രയേ ഉള്ളൂ.